ജനങ്ങളാകെ ദുരിതത്തിലായിരിക്കുന്ന, പ്രകൃതിയുടെ അടക്കം ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ആണ് നമ്മൾ ഈ സമ്മേളനം ചെയ്യുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെയധികം ഒരു എന്താ പറയുക, ഒരു വിഷമത്തോടെയും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശങ്കയോടും ഒക്കെയാണ് നിങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ചേരുന്നത്. എന്നാൽ അതിന് ഒരു മറുപുറമുണ്ട്. ഏറ്റവും മോശപ്പെട്ട, അപ്പോൾ യുദ്ധം, ലോകത്താകെ യുദ്ധം നടക്കുകയാണ്, അതിൻ്റെതായ കെടുതികളുണ്ട്, ഗൾഫ് മേഖലയിലെ പ്രതിസന്ധിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കെടുതികളുടെയും ഒരു കാലമാണിത്. അതേസമയം അതിൻ്റെ മറുഭാഗത്ത് ഈ കെടുതികളുടെ കാലത്താണ് മനുഷ്യൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ ശേഷികളും ഏറ്റവും വലിയ ക്രിയാത്മകതകളും പ്രകടിപ്പിക്കാറുമുള്ളത്. അതും നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഈ അടുത്ത കാലത്ത് തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ഈ സമ്മേളനം ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനതയെ ഒന്നാകെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ഭാവി, നമ്മുടെ നാടിന്റെ ചെറുപ്പക്കാർ ഇറങ്ങി വന്ന് ഈ ഒരിക്കലും മുട്ടുകുത്തില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇവിടെ ഈ സമ്മേളനം ചെയ്യുന്നത്. അതിന്റെ അഭിമാനവുമുണ്ട്. ആ സമരത്തിൽ തുടങ്ങാം. ഞാനിപ്പോ ഡൽഹിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നിങ്ങൾ അത് പ്രതീക്ഷിക്കുമായിരിക്കും, ആ ഒരു സമരത്തിന്റെ അനുഭവങ്ങൾ. ആ സമരം എന്നത് അത് നീറ്റ് പരീക്ഷ, അതിനുശേഷം വന്ന CBSE അങ്ങനെയുള്ള പരീക്ഷകളുടെ ലീക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സമരം മാത്രമായിരുന്നില്ല. അതിൽ പങ്കെടുത്തവർ അതൊരു നിമിത്തമായി വരികയാണ്. അതിന് തൊട്ട് മുമ്പ് ഈ നാടിന്റെ ചീഫ് ജസ്റ്റിസ് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഈ നാട്ടിൽ ശരിയും തെറ്റും എന്താണ് എന്ന് ചോദ്യം ചെയ്യുന്നവരെയെല്ലാം കീടങ്ങളായി ആക്ഷേപിക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒരു നിമിത്തമായി, അതൊരു തുടർച്ചയായി വന്ന ഈ ഒരു സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ് ആ കോക്രോച്ച് ജനതാ പാർട്ടി കൊടുത്തപ്പോഴും അതിനു മുമ്പ് തന്നെ ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ സമരത്തിലേക്കുണ്ട്, ഈ കോൾ വരുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ഇതെല്ലാം കൂടി ചേർന്ന് ഉണ്ട ഒരു സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിൽ അത് വരുമ്പോൾ നമുക്കറിയാം ഡൽഹിയിലെ ജന്തർ മന്ദിലെ സമരവും വന്ന റീലുകളും ഒക്കെ നിങ്ങളെല്ലാം കാണുന്നതാണ്, അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എന്നാൽ അത് എന്താണ് നമ്മളെ കാണിച്ചു തരുന്നത്? അതിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? അത് ഈ നാട്ടിലെ അതിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? ആ പങ്കെടുത്തതില് ഭൂരിഭാഗവും നമ്മൾ സാധാരണഗതിയിൽ ജന്തർ മന്ദിറിലൊക്കെ നമ്മൾ പറയും, ഒന്ന് തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ സമരങ്ങളാണ്, നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് വരുന്ന സമരങ്ങൾ. അതേസമയം ഇത് സ്വതസ്ഫൂർത്തമായിട്ട് സ്പോണ്ടേനിയസ് ആയി വലിയ ആൾക്കൂട്ടങ്ങൾ വന്നു ചേരുന്ന, ജനങ്ങളാകെ ആ സമരത്തെ ഏറ്റെടുക്കുന്ന സമരമായി മാറിയ സമരങ്ങളാണ്. നമ്മളതിന് മുമ്പ് 2013 നിർഭയ സമരത്തിന്റെ സമയത്ത് ഡൽഹിയിൽ കണ്ടിരുന്നു. കർഷക സമരം നമ്മൾ അതിന് ശേഷം കണ്ടിരുന്നു. ആ സമരങ്ങളെല്ലാം ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത സമരങ്ങളാണ്. ഈ സമരവും അതുപോലെ ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുത്ത ഒരു സമരമാണ്. ആ സമരം, അതിൽ പങ്കെടുത്തത് ആരാണ്? അതിൽ പങ്കെടുത്തത് ഏത് വർഗമാണ്? അതിൽ പങ്കെടുത്തത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും ഏറ്റവും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള തൊഴിലാളികളടക്കം. ജെൻസിയുടെ സമരമാണത്. ജെൻസി എന്ന് പറയുന്നത് എല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടി ഭാഗ്യമുള്ളവരും ഹയർ എഡ്യൂക്കേഷനിൽ പോവുകയും നീറ്റിന് പരീക്ഷ എഴുതി ഡോക്ടർ എഞ്ചിനീയറും ആകാൻ വേണ്ടി പോകുന്നവരും മാത്രമല്ല, അങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം അതിന് നിഷേധിക്കപ്പെട്ട് സ്കൂളുകളിൽ പോലും കഴിയാൻ പറ്റാതിരുന്നിട്ട് അസംഘടിത മേഖലയിൽ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് ഡൽഹിയിലെത്തി പണിയെടുക്കേണ്ടി വരുന്നവരടക്കം അവരുടെ സ്വപ്നങ്ങളും കൂടിയാണ് തകർക്കപ്പെട്ടത്. അവർക്ക് ഇനി സ്വപ്നം കാണാൻ, അവരുടെ മക്കൾക്ക് വേണ്ടി കൂടി സ്വപ്നം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഈ നാട്ടിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു വിസ്ഫോടനമായിരുന്നു ആ സമരം. അത്